ഹേ ബേബ്സ്, വെൽക്കം ബാക്ക്. കിൻ പോഷെ എന്ന സീരീസ് കാണാത്തതായിട്ട് ഒരു BL ഫാൻ ഉണ്ടാവില്ല. അത്രയ്ക്ക് ഒരു അടിപൊളിയായിട്ടുള്ള മാസ്റ്റർ പീസ് ആണ് ഇത്. ഈ സീരീസിനെ കുറിച്ച് പറയാൻ വാക്കുകളേ ഇല്ല. ഇതിൽ 3 കപ്പിളുണ്ട്. 3 കപ്പിളും അത്രയ്ക്ക് അടിപൊളിയാണ്. സെറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ സെറ്റ് സീരീസ്. ഇതിനെക്കുറിച്ച് ഒരു ഇൻട്രോ തരേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന സീരീസാണ്. ഏകദേശം എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി തന്നെ വേറെ 2 ചാനലിൽ ഉള്ളതാണ്. പക്ഷെ ഒരു 12 വയസ്സുള്ള എൻ്റെ ഒരു ബേബി ഗേൾ പറഞ്ഞു ഈ സീരീസ് എന്തായാലും ഇടണമെന്ന്. വേറെയും കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാലും സ്പെഷ്യലായിട്ട് അവൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ബേബി ഗേൾ, നിനക്ക് പറഞ്ഞ വാക്ക് വലിച്ചിട്ടുണ്ട്. ഹായ് പറയാൻ മറക്കരുത് കേട്ടോ. ഇത്രയും നല്ലൊരു സീരീസ് പറയാൻ ശരിക്കും എനിക്ക് മടിയുണ്ട്. നമ്മുടെ ലവിൻ്റെ പറഞ്ഞപ്പോഴാണെങ്കിലും എനിക്ക് ശരിക്കും ഒരു മടിയുണ്ടായിരുന്നു. ആ ഒരു ഫീലിങ്സ് കൺവേ ചെയ്യാൻ പറ്റുമോയെന്ന്. അതേ ഒരു പേടിയോടുകൂടെ തന്നെയാണ് ഈ സീരീസ് ഞാൻ ചെയ്യുന്നത്. പറ്റുന്ന അത്രയും ബെറ്ററായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ക്ഷമിക്കും, അതെനിക്കറിയാം. ഇപ്പോൾ ഒക്കെ ഞാൻ ആവശ്യമില്ലാണ്ട് സംസാരിക്കുന്നതെന്ന് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, സോറി. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. എല്ലാവരെയും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ സീരീസിലേക്ക് അടക്കാം. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഒരു മെയിൻ ലീഡ് ആയിട്ടുള്ള കിന്നിനെയാണ് കാണിക്കുന്നത്. ആളുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, ബേക്കിന്നാണ് കാണിക്കുന്നത്. കിന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു മാഫിയാണ്. നമ്മുടെ BL വേൾഡിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാഫിയ എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കിന്നി തന്നെയാണ്. കിന്നി നേരെ പോകുന്നത് ഒരു ബിസിനസ് മീറ്റിങ്ങിനാണ്. കിന്നിൻ്റെ അച്ഛനായിരുന്നു പോവേണ്ടത്. പക്ഷെ അച്ഛനെ വയ്യാത്തോണ്ട് നമ്മുടെ ചെക്കൻ വന്നതാണ്. വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ബിസിനസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നിട്ടുള്ളത്. ശരിയാണ്, കസിനോസ് ഒരുപാട് പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചതിയനുണ്ട് എന്ന് നമ്മുടെ ചെക്കൻ പറയാണ്. എന്നിട്ടൊരു തോക്ക് മേടിക്കുന്നു. അവൻ തോക്ക് മേടിച്ചതും അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ഓപ്പോസിറ്റ് ടീമുള്ള 2 കൂട്ടരുമാണെങ്കിൽ പരസ്പരം തോക്കും ചൂണ്ടി നിൽക്കുവാണ്. വേണ്ടെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് ബിസിനസ്മാൻ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ഇതുവരേക്കും അടുത്ത് റെസ്പെക്റ്റ് ഇല്ലാതെ നിന്നിട്ടേ ഇല്ല. ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന്. ഞാൻ എൻ്റെ അമ്മയെ പോലെയാണെന്ന് എല്ലാവരും പറയുന്നതെന്നും പറഞ്ഞ് കിന്നാണെങ്കിൽ നേരെ ആ ഒരു തോക്കെടുത്ത് ഇവർക്കിടയിൽ ഒരു മധ്യസ്ഥനുണ്ട്, അയാളെ വെടിവെച്ചൊല്ലാണ്. ചീറ്റർ ഉണ്ട് എന്ന് കിന്നു ഉദ്ദേശിച്ചത് അയാളെ ആയിരുന്നു. ഒരുപാട് അഴിമതി നടത്തിയിട്ടുണ്ട്. ചതിക്കുന്നവരെ ഉറപ്പായിട്ടും മരിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ ചെക്കൻ നിൽക്കുവാണ്. ഇവിടെ ഈ പവർഫുൾ ആയിട്ടുള്ള ഹീറോയെ കാണിച്ച് കഴിയുമ്പം നമ്മുടെ അടുത്ത മെയിൻ ലീഡ് ആയിട്ടുള്ള പോഷേനെയാണ് അടുത്തതായിട്ട് കാണുന്നത്. ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ BL വേൾഡിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബോട്ടമാണ് പോഷെ. ആളൊരു ബാറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെയുള്ള പെൺപിള്ളേരുടെ അടുത്തൊക്കെ അവരെ പൊക്കി പറഞ്ഞ് നല്ല രീതിക്ക് അടിപൊളിയായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ സെറ്റാണ്. നമ്മുടെ പോഷെ ആ ക്ലബിലെ ഒരു ശ്രീകൃഷ്ണനാണെന്ന് തന്നെ പറയാം. ആള് ഭയങ്കര ഫേമസും കൂടിയാണ് അവിടെ. ഇവിടെ നമ്മുടെ കിന്ന് അയാളുടെ കാര്യം തീർത്തതിന് ശേഷം നേരെ ഇവരുടെ ബിസിനസ് ഡീലിങ്ങിലേക്ക് കടക്കുവാണ്. വലിയൊരു പ്രൊജക്റ്റാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പോഷെ ക്ലബിൽ നിന്ന് ആ പെണ്ണുങ്ങളുടെ അടുത്ത് ഫ്ലൈറ്റ് ചെയ്ത് അവരെ പൊക്കി പറഞ്ഞൊക്കെ കുറച്ച് പൈസ കൂടുതലായിട്ട് സമ്പാദിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിൽ അവൻ്റെ ചുറ്റും നിന്നിട്ട്, എടാ നീ എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, കുറച്ച് ടിപ്സ് ഞങ്ങൾക്കും പറഞ്ഞതായോ എന്ന് ചോദിക്കുമ്പം $1000 കൊണ്ടാ. അപ്പം പറഞ്ഞുതരാന്ന് പോഷെ. എല്ലാവരും കൂടെ തപ്പിപ്പെറുക്കിയിട്ടും $500 മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് കുറച്ചെങ്കിലും പറഞ്ഞാടാന്ന് പറയുമ്പം, എടാ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരുപാട് പൈസയുണ്ട്, പക്ഷേ ബോയ് ഫ്രണ്ട് ഉണ്ടാവത്തില്ല. സോ ജസ്റ്റ് അവരെ ഒന്ന് നന്നായിട്ടൊന്ന് പൊക്കി പറയാ, അത്ര മാത്രമേ വേണ്ടുള്ളൂ എന്നറിയാണ്. എന്നിട്ട് മേടിച്ച ആ ഒരു $500 ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു കൊടുത്തിട്ടുമാണ്. നമ്മൾ ഹോമീസിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ പൈസ ഒന്നും മേടിക്കത്തില്ലെന്നും പറഞ്ഞു. ഇവിടെ കിന്ന് തിരിച്ചു വരുന്ന സമയത്ത് കിന്നിനെ ഫോളോ ചെയ്ത് കുറച്ച് ബൈക്കിൽ ആൾക്കാർ വരുന്നുണ്ട് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇവിടെ ബാറിലാണെങ്കിൽ പോഷനെ സെറ്റാക്കാൻ വേണ്ടി ഒരു പെണ്ണെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ കിന്ന് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോഷയാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണിൻ്റെ കൂടെ. ഇവിടെ കിന്നും ബോഡി ഗാർഡും കൂടെ കാറ് വിട്ടിട്ട് ഒരു സ്ഥലത്ത് ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാലും ഇവരെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റിംഗ് ആണ്. അടിയിടിയൊന്നല്ല, ഫുള്ള് വെടിയാണ്. അങ്ങനെ കുറേ നേരത്തെ വെടിവെപ്പിന് ശേഷം കിന്നിൻ്റെ ബോഡി ഗാർഡിന് വെടികൊള്ളുന്നുണ്ട്. അതുകൊണ്ട് കിന്ന അവിടെ നിന്ന് ഓടുന്നു. ഇവര് പുറകെ ഒരു സ്ഥലത്ത് നിന്ന് കിന്നിൻ്റെ നേരെ മുന്നിൽ അവർ വരുന്നുണ്ട്. അവനാണെങ്കിൽ ജസ്റ്റ് അവരെ ഒന്ന് തട്ടിയിട്ടിട്ട് അവിടെ നിന്ന് ഓടുവാണ്. നേരെ ആളോടി പോകുന്നത് നമ്മുടെ പോഷയുള്ള സ്ഥലത്തേക്ക്. അവൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറയാണ്. ഈ പുറകെ വരുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ട് നമ്മുടെ പയ്യനാണേൽ 50,000 തരണമെന്ന് പറയാണ്. ശരി, ഓക്കെ, നീ ഇവരെ അടിക്കുന്നു കിന്ന്. അവരെ കിന്നിനെ വെട്ടാൻ വരുന്ന സമയത്ത് നമ്മുടെ ചെക്കനാണെങ്കിൽ പോയിട്ടൊരു ബോട്ടിൽ മൂത്രമൊഴിച്ച് അത് വെച്ചിട്ട് അയാളുടെ മണ്ടക്കിട്ട് അടിക്കുവാണ്.
അങ്ങനെ പിന്നെ ഫുള്ള് സീനാണ്, ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ അജാതി ഫൈറ്റ്, എല്ലാത്തിനെയും എടുത്തിട്ട് അലക്കുന്നുണ്ട്. അങ്ങനെ അവസാനം കിന്നിൻ്റെ അടുത്ത് വന്ന് കൈ കൊടുക്കാണ്. എണീപ്പിച്ചുകൊണ്ട് പറയുന്നതാണെങ്കിലോ 50,000 എന്ന്. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ എണീക്കുന്നുണ്ട്, ഇവരാണെങ്കിൽ ഓടുന്നു. അങ്ങനെ പുറത്തു പോയിട്ട് ഒരാളുടെ ബൈക്കും എടുത്ത് ചീറി പാഞ്ഞ് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കിന്നിനെ കൊണ്ടേ ആക്കുന്നുണ്ട്. എന്നിട്ട് പോഷയാണെങ്കിൽ എന്ന് തല വെച്ചിട്ട് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസ തരാൻ വേണ്ടിയിട്ടാണ് ആള് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കിന്നിനും മനസ്സിലാവുന്നുണ്ട്, എൻ്റെ അടുത്ത് ഇപ്പം പൈസ ഇല്ല, നിന്റെ അക്കൗണ്ട് നമ്പർ കൊണ്ടാ അയച്ചു തരാമെന്ന് പറയാണ്. നീ എന്താ മെൻ്റലാണോ, ഇപ്പം തന്നെ അയക്കിയെന്ന് പോഷേ, ഇപ്പം എൻ്റെ അടുത്ത് ഫോണില്ലെന്ന് കിന്ന്, നിന്റെ ഫോൺ തരുവാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ എൻ്റെ ആൾക്കാരെ വിളിച്ച് ചെയ്യിപ്പിക്കാമെന്ന് കിന്ന് പറയുന്നുണ്ട്. ഓഹോ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് മാറ്റുവാണ്. ഞാൻ മണ്ടനൊന്നല്ല, നീ ആളെ വിളിച്ച് എന്നെ തല്ലിക്കില്ലെന്ന് എന്താ ഉറപ്പ് എന്ന് പോഷേ കിന്നിൻ്റെ കയ്യിൽ നിന്ന് വാച്ച് അഴിച്ചെടുത്തിട്ട് ഇത് ഞാൻ വെച്ചോളാം എന്നറിയാണ്. നിന്റെ പേരെന്താണെന്ന് കിന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാണെന്ന് പോഷേ ഗിഫ്റ്റ് അയക്കാനാന്ന് പറയുമ്പം ജോമെന്ന് നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്തൊരു പേരും പറഞ്ഞിട്ട് ഗത്തായിട്ട് നമ്മുടെ പയ്യൻ അവിടെ നിന്ന് പോവാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും കിന്നിൻ്റെ ആൾക്കാർ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവർ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ആ വാച്ച് പോകത്തില്ലായിരുന്നു. പോഷെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ അങ്കിളിന് മുറിവ് പറ്റിയിട്ട് പോഷേൻ്റെ അനിയനായിട്ടുള്ള പോർച്ചെ ആ മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. കടം ചോദിച്ച് ആൾക്കാർ വന്നപ്പോഴാണ് അങ്കിളിനെ ഇങ്ങനെ അടിച്ചത്. ഒരാഴ്ചക്കുള്ളിൽ 2 ലക്ഷം കൊടുത്തിട്ടില്ലെങ്കിൽ വീട് മൊത്തത്തിൽ അവരെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേൾക്കുമ്പം പോർച്ചയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് ചേട്ടൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. പോർച്ചയ്ക്ക് ഫീസ് കൊടുക്കാനുള്ളത് കൊണ്ടാണ് പോഷെ വീടിൻ്റെ പൈസ കൊടുക്കാത്തത്. സാരമില്ലടാ, അത് ഞാൻ നോക്കിക്കൊള്ളാന്ന് പോർച്ചേൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പോഷെ മേടിച്ചുകൊണ്ട് വന്ന ഫുഡ് അവരുടെ അടുത്തെടുത്ത് കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പം പോഷയും അങ്കിളും കൂടെ സംസാരിക്കുന്നുണ്ട്. അങ്കിള് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് പൊട്ടി പാളീസായതുകൊണ്ടാണ് ഇപ്പം ഈ വീട് പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. താൻ കാരണം നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണല്ലോ എന്നുള്ള രീതിക്ക് അങ്കിള് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന സമയത്ത് പോഷ പറയുന്നു, അങ്കിള് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും നിൽക്കാൻ പറ്റുന്നത് എന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ, കാര്യങ്ങൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാക്കുകയല്ലേ ചെയ്യുന്നതെന്ന് അങ്കിള് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഈ സമയത്ത് പോഷയാണെങ്കിൽ നേരത്തെ കിന്നിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് വന്ന ആ ഒരു വാച്ച് ഉണ്ടല്ലോ, അത് അങ്കിളിൻ്റെ അടുത്ത് കാണിക്കുകയാണ്. കസ്റ്റമർ തന്നെയാന്ന് പറഞ്ഞ് അതിൻ്റെ വില എത്രയായിരിക്കും എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്കിൾ അതൊന്ന് നോക്കിയിട്ട് 1 ലക്ഷം ഉണ്ടാവുമെന്ന് പറയാണ്. അതുണ്ടല്ലോ, ബാക്കി ഞാൻ സെറ്റാക്കിക്കൊള്ളാന്ന് പോഷെ. ശരിക്കും നിനക്കിത് തന്നത് തന്നെയാണോ അതോ നീ മോഷ്ടിച്ചാണോ എന്ന് അങ്കിൾ ചോദിക്കുന്നുണ്ട്. പോഷയെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബെറ്റ് വെച്ച് അടി ഉണ്ടാക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിൽ ആദ്യം നന്നായിട്ട് അടി മേടിക്കുക, കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും നിന്റെ പേരിലെ കുറേ ബെറ്റൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവനും പോയിട്ട് ആദ്യം നന്നായിട്ട് അടി മേടിക്കുന്നുണ്ട്. പിന്നെ എണീറ്റിട്ട് ഒരടി ഓപ്പോണന്റിനെ കൊടുക്കുകയുള്ളൂ. അങ്ങേര് ബോധം കെട്ട്. പക്ഷേ ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ച ആളാണെങ്കിൽ ഫുള്ള് പൈസ പോഷയ്ക്ക് കൊടുക്കുന്നില്ല. പിന്നെ പോഷേൻ്റെ ഫ്രണ്ട് അവൻ പെറ്റി വെച്ച പൈസ എടുത്തു കൊടുക്കുന്നുണ്ട്. പോഷ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അങ്കിളും പോർച്ചയും കൂടെ ഫുഡ് കഴിക്കുകയാണ്. നമ്മുടെ പോഷയ്ക്ക് പോർച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അവന് ആകെപ്പാടെ ഉള്ളത് ഇപ്പം ഈ ഒരു അനിയൻ മാത്രമാണ്. അച്ഛനും അമ്മയും ഓൾറെഡി തന്നെ മരിച്ചാണ്. പോർഷേൻ്റെ ജീവനാണ് പോർച്ചെ എന്ന് വേണം പറയാൻ. അവരെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ട് അങ്കിളും പോർച്ചയും മാത്രം. പോർച്ചയ്ക്ക് പാലാണ് എടുത്ത് കൊടുക്കുന്നത്. ഇവിടെ കിന്നിൻ്റെ അച്ഛൻ ഒരു ഡോൺ ആണല്ലോ, ആള് ഇവനെ നൈസായിട്ട് വഴക്ക് പറയുന്നുണ്ട് ഇന്ന് ചെയ്ത പരിപാടിക്ക്. അതുകൊണ്ടാണ് അവരെ കൊല്ലാൻ വന്നതും. നമ്മുടെ ഈ ബിസിനസ്സിന് കുറച്ച് പേഷ്യൻസ് ആവശ്യമാണ്. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് സമാധാനിപ്പിക്കുമായിരുന്നു എന്നൊക്കെ അച്ഛൻ പറയുന്ന സമയത്ത് ഇത് എൻ്റെ തെറ്റ് തന്നെയാണ്, ഞാൻ നാളെ രാവിലെ ഗിഫ്റ്റ് കൊടുത്തോളാന്ന് കിന്നം പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ഇങ്ങനത്തെ കുറച്ച് അഡ്വൈസ് കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. കിന്നാണെങ്കിൽ ബോഡി ഗാർഡിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ പോഷയെ കുറിച്ച് കണ്ടുപിടിച്ചോന്ന്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. പണിയില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം പോഷെ ക്ലാസ് പോകുന്നുണ്ട്. പോയിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്റെ നോട്ട് എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. നിനക്കുള്ളത് ഓൾറെഡി എഴുതിയിട്ടുണ്ട് എന്ന് ഫ്രണ്ട് തിന്നാൻ പോകുന്ന ഫുഡ് എടുത്ത് കഴിച്ചിട്ട് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആടാ, തട്ടിപ്പറിച്ച് മേടിച്ച ഫുഡിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് ഫ്രണ്ടും. ഈ സമയത്താണ് പോഷ ചോദിക്കുന്നത് ജോം എന്തിയെന്ന്. ആരോ അവനെ കാണാൻ വന്നായിരുന്നു, അത് അവിടെ അങ്ങനെ ഉണ്ടാവും എന്ന് പറയുമ്പം നമ്മുടെ പോഷയും എന്തോ ഒരു പന്തികേട് തോന്നി പോകുന്നുണ്ട്. പോകുമ്പോൾ ഇവനാകപ്പെടെ എന്തോ പറ്റി കണക്കിരിക്കുന്ന കണ്ടിട്ട് പോഷ പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാനൊരു സ്റ്റാർ ആവാൻ പോവാണ്, എന്നെ മോഡലിങ്ങിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. പക്ഷെ ആ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് നോക്കുമ്പം അതിൽ കേറ്റി എന്നാണുള്ളത്. എന്തോ ഒരു പന്തികേട് കണക്ക് നമ്മുടെ ചെക്കനെ തോന്നുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ക്ലബിലേക്ക് പോകുന്ന സമയത്ത്
പുറത്ത് തന്നെ കുറേ കാറും അവിടെ കുറച്ച് ആൾക്കാരും ഉണ്ട്. അത് കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ പോഷേനെ വിളിച്ച് അവൻ സേഫ് ആണോ എന്ന് നോക്കുന്ന സമയത്ത് ആ കൊച്ചാണെങ്കിൽ ബാത്റൂമിലിരുന്ന് മുക്കി മുക്കി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പോഷയ്ക്കാണെങ്കിൽ പോർച്ചയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടി. അപ്പോഴാണ് അവൻ പറയുന്നത് ഇങ്ങനെ ബാത്റൂമിലിരിക്കുകയാണെന്ന്. ഓക്കെ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അകത്ത് ചെല്ലുമ്പോഴാണെങ്കിൽ കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ കിന്നും പോഷേന്റെ ബോസ് ലേഡി ഇതാണ്ടോ കിന്ന് നമ്മുടെ പാർട്ട്ണർ ആവാൻ വേണ്ടി വന്നെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. അവർക്കാണെങ്കിൽ കിന്നനെ ഭയങ്കര കാര്യം. ഒന്നാമത്തെ നമ്മുടെ ചെക്കന് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ. ഫേവറേറ്റ് ആയിട്ടുള്ള ബാർ അറ്റൻഡർ ആണല്ലോ നമ്മുടെ പോഷെ. കുറച്ചു നേരം ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് കിന്നെ ചോദിക്കുന്നുണ്ട്. അവര് സമ്മതവും കൊടുത്ത് പോകുന്ന സമയത്ത് കിന്നെ കൈ കൊണ്ട് അടുത്തേക്ക് വന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. എന്നെ തന്നെയാണോ വിളിക്കുന്നതെന്നുള്ള രീതിക്ക് അപ്പുറം ഒന്ന് വെച്ചിട്ട് നോക്കിയിട്ടാണ് പോഷെ പോകുന്നത്. എന്താ പേടിച്ചോ? ഞാൻ നിന്റെ വേണ്ടപ്പെട്ടവരെന്തെങ്കിലും ചെയ്യുന്നു വിചാരിച്ച്? ഞാൻ അത്രയ്ക്ക് ലോ ക്ലാസ് ആയിട്ടുള്ള മാഫിയാണെന്നാണ് നിന്റെ വിചാരം എന്ന് കിന്ന്. നീ എന്തിനാ വന്നത്? വാച്ചിന് വേണ്ടിയിട്ടാണോ എന്ന് പോഷെ. കയ്യിലുള്ള വാച്ച് കാണിച്ചു കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു നീ പറ്റിക്കപ്പെട്ടെന്ന്. ഇതിന്റെ വില 2 മില്യൺ ആണെന്ന് കിന്ന പറയാണ്. പോഷെ വിചാരിച്ചുകൊണ്ടിരുന്നത് 1 ലക്ഷം ആണെന്നാണല്ലോ. ആ വാച്ച് ഇപ്പം ഇരിക്കുന്നത് കിന്നിൻ്റെ അടുത്താണ്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്. നിനക്ക് ശരിക്കും ഇപ്പം എന്താ വേണ്ടതെന്ന് പോഷെ. വേറെ വേണ്ട, ഞാൻ റിലാക്സ് ചെയ്യാൻ വന്നതാണ്. നീ നന്നായിട്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നാണല്ലോ പറഞ്ഞത്. ഒരെണ്ണം ഉണ്ടാക്കുമെന്ന് പറയാണ്. പോഷെ എപ്പോഴത്തെ പോലെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് കിന്നും. നിനക്ക് വാച്ച് തിരിച്ചിട്ടില്ലേ, പിന്നെ എന്തോ വേണ്ടത് എന്ന് പോഷെ ചോദിക്കുകയാണ്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാന്ന് കിന്ന്. ഞാനങ്ങോട്ട് വരുന്നില്ലെന്ന് പോഷെ. അയ്യോ ഇത്രയും ഭംഗിയുള്ള ബാറ് മൊത്തത്തില് കൊളായി പോവല്ലോ എന്ന് കിന്നെ നൈസായിട്ട് ഭീഷണിപ്പെടുത്തുന്ന കണക്ക് പറയാണ്. അതുകൊണ്ട് പോഷയും പുറകെ പോകുന്നുണ്ട്. കിന്നിന്റെ ബോഡി ഗാർഡ്സ് ആണെങ്കിൽ പോഷന്റെ തലയെ കൂടെ കവർ ചെയ്യുന്നുണ്ട്. ചെക്കനായ വെള്ളത്തിന്റെ നടുക്ക് ഒരു ബോട്ടിലാണ് കെട്ടിയിരിക്കുന്നത്. ഒരു ചെയറിലും കെട്ടിയിട്ട് ഫേസും മറച്ചു വെച്ചിട്ടാണല്ലോ ഉള്ളത്. എന്നെ വിട് എന്ന് അവൻ കുറേ പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് ഫേസിലെ ആ ഒരു തുണി എടുത്ത് മാറ്റുന്നത്. അപ്പം നമ്മുടെ കിന്നാണെങ്കിൽ പോഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുവാണ്. അവൻ മുന്നത്തെ ഒരു നാഷണൽ തായ്ക്കൊണ്ടോ ചാമ്പ്യനാണ്. പിന്നെ അനിയനുണ്ട്, ബാർ അറ്റൻഡറായിട്ട് നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ അണ്ടർഗ്രൗണ്ട് ബോക്സറായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് നിനക്ക് എന്തുവാടാ മെൻ്റലാണോ? എൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത്? നീ എന്താ വല്ല സൈക്കോ ആണോ എന്നാണ് നമ്മുടെ സെക്കൻഡ് ചോദിക്കുന്നത്. എന്നെ അഴിച്ചുവിടാൻ പറയാണ്. കിന്നാണേൽ പോഷേൻ്റെ അടുത്ത് അവൻ്റെ ബോഡി കടാവാൻ പറയാണ്. എനിക്കൊന്നും നേരമില്ലെന്ന് പോഷെ. അവിടെ ഇരുന്നിട്ട് പോലും അവന്മാരെ അടിക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ ഫാമിലിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് കിന്നിൻ്റെ മോന്തയിലേക്ക് എന്നെ തുപ്പിയിട്ട് പിന്നെ നിന്റെ തേങ്ങയും കൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നതെന്നും പറഞ്ഞ് കണ്ടവടി അങ്ങ് പറയുവാണ്. അപ്പോഴേക്കും ഒരു വിധത്തിൽ കയ്യിൽ കെട്ടിയിരുന്ന ആ ഒരു കയറും പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ളവരെ അടിക്കുവാണ്. ആ സമയത്ത് കിന്ന അവനിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പയ്യൻ ബോഡി ഗാർഡിൻ്റെ കയ്യിലിരിക്കുവാണ്. ഒന്നും ചെയ്യേണ്ടെന്ന് ബോഡി ഗാർഡ്സിൻ്റെ അടുത്ത് കിന്ന പറയുമ്പം ശരിക്കും എന്ന് നമ്മുടെ ചെക്കൻ ചോദിക്കുന്നുണ്ട്. അതേന്ന് കിന്ന് തലയാട്ടുന്നു. അപ്പൊ പിന്നെ പോഷ ഭയങ്കരമായിട്ട് കിന്നിനായിട്ട് അടിക്കുവാണ്. കിന്നാണെങ്കിൽ പറയേ വേണ്ട, തിരിച്ചു കൊടുക്കുന്നു. രണ്ടുപേരും ചുമ്മാ അങ്ങ് സീനാണ്. ഭയങ്കരമായിട്ട് ഇരുന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് സെറ്റായി കഴിയുമ്പം രണ്ടുപേരും കൂടെ കൊഞ്ചുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് അങ്ങനെ ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് നമ്മുടെ പോഷയാണെങ്കിൽ അവസാനം കിന്നിൻ്റെ കഴുത്തിനെ കടിച്ച് ബാക്കിയുള്ളവരെ അടിച്ച് നേരെ മേലേക്കുവാണ്. പുറകെ തോക്കും കൊണ്ട് വന്നിട്ട് അതും ബോഡി ഗാർഡ്സും ഉണ്ട്. നമ്മുടെ കിന്ന് പറയാണ്, നോക്ക് നിനക്ക് ആകെപ്പാടെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ എൻ്റെ ബോഡി ഗാർഡ് ആവുക, അല്ലെങ്കിൽ മീനിന് തീറ്റയാവുക. ഏതാ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം. 3 നേരം ഞാൻ എണ്ണും എന്നും പറഞ്ഞ് ഒന്നെണ്ണീറ്റ് പോഷേൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വെടി വെക്കുവാണ്. ചെക്കൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. പിന്നെയും കിന്നി ഇത് തന്നെ പറയുന്ന സമയത്ത് നിന്റെ ബോഡി കാട്ടിയിട്ടിരിക്കുന്നതിനെക്കാട്ടും ഭേദം ഞാൻ ചാവുന്നയാണെന്ന് പറഞ്ഞ് ആ കപ്പലിൽ നിർത്തങ്ങ് ചാടുവാണ്. കിന്നും ബോഡി ഗാർഡ്സും പോയി നോക്കുമ്പം അവിടെ പോഷയില്ല, പോഷേൻ്റെ പൊടിയുമില്ല. എന്തായാലും തപ്പുണ്ടെന്നാണ് കിന്നും പറയുന്നത്. കിന്നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് പോഷേനെ ജോലിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കിന്ന ശ്രമിച്ചത്. ഇത്രയും അഹങ്കാരമുള്ള ചെറുക്കനെ എന്തിനാ ഈ ജോലിക്ക് എടുക്കുന്നത്? വേറെ പിള്ളേരെ ഒന്നും, അതും നല്ല കഴിവുള്ള പിള്ളേരെ ഒന്നും കിട്ടാഞ്ഞിട്ടാണോ എന്ന് കിന്ന പറയുന്നുണ്ട്. നിന്നെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന നീ ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും നിന്റെ വഴിക്ക് വരാത്തൊരാളെക്കുറിച്ച് നിനക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ലേ എന്ന് അച്ഛൻ. അഥവാ മണ്ടനായോണ്ടാണെന്ന് കിന്ന്. പക്ഷെ അച്ഛനാണെങ്കിൽ പോഷേനോട് തന്നെയാണ് താല്പര്യം. പോഷയെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ മൊത്തം അലങ്കോലായിട്ട് കിടക്കുവാണ്. അതൊക്കെ കിന്നിൻ്റെ പണിയാണെന്നാണ് പോഷ വിചാരിക്കുന്നത്. പക്ഷെ അത് നേരത്തെ അങ്കിള് കട മേടിച്ചില്ലായിരുന്നോ, അവരുടെ പണിയാണ്. അങ്കിളിനെ പിടിച്ചോണ്ട് പോയിട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അങ്കിൾ അവരുടെ ബാറിൽ പോയി ബെറ്റ് വെച്ചിട്ട്
ഇപ്പം 2 മില്യൺ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. ഇവർ ചീറ്റ് ചെയ്താണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഒരു മാസത്തേക്ക് പോഷയെ സമയം ചോദിക്കുമ്പം ഒരേ ഒരു ദിവസം തരും, നാളെ പൈസ കൊണ്ട് തന്നോണമെന്നാണ് അവർ പറയുന്നത്. ഇല്ലെങ്കിൽ 2നെയും കൊന്നളയുന്ന്. അങ്കിളാണേൽ പോഷേൻ്റെ അടുത്ത് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എത്രയെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. പോഷയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്കിളാണെങ്കിൽ ഇമോഷണലായിട്ട് നിന്നെ ചെറുപ്പം മുതലേ വളർത്തിയത് ഞാനാണെന്നും പറഞ്ഞ് പോവാണ്. പോഷയ്ക്കാണെങ്കിൽ എന്താക്കുവാന്ന് ഒരു പിടുത്തമില്ല. വീട്ടിൽ ചെന്നിട്ട് ആകെപ്പെടെ ടെൻഷൻ അടിച്ചാണുള്ളത്. അപ്പോഴാണ് പോർച്ച അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഉള്ള പൈസ വെച്ചിട്ട് തൽക്കാലം ഒരു ചെറിയ വീടെടുത്ത് അവിടെ താമസിക്കാം, ഇപ്പം ഈ ഒരു പൈസേൻ്റെ കാര്യമൊക്കെ വിട്ടേക്കുന്ന്. പക്ഷേ ഇപ്പം സേവിങ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന പൈസ പോർച്ചേൻ്റെ സ്റ്റഡീസിന് വേണ്ടിയുള്ളതാണ്. ചേട്ടനിങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്ന കാണുന്നതുകൊണ്ടാണ് പാവം പോർച്ച അങ്ങനെ പറയുന്നത്, ഇപ്പം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷേ പോർച്ചേനെ സംബന്ധിച്ച് പോർച്ചയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുക, ഒരു ഡിഗ്രി, പിന്നെ ഒരുപാട് നല്ല ഫ്രണ്ട്സ്, സൊസൈറ്റിയിൽ നല്ലൊരു വില, ഇതൊക്കെയാണ് പോർച്ചേൻ്റെ അടുത്ത് വേണ്ടത്. പോർച്ച ഉറങ്ങി കഴിയുമ്പം അവനെ വന്ന് പൊതപ്പിച്ച് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് പോർച്ച എന്തോ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ പോർച്ച എണീറ്റ് നോക്കുമ്പം അവിടെ പോർച്ചനെ കാണുന്നില്ല. ഒരു ലെറ്ററാണുള്ളത്. പോർച്ച ഇപ്പം വർക്ക് ചെയ്യുന്ന ബാറിലെ ലേഡി ഉണ്ടല്ലോ, യോക്ക്, അവരുടെ ഫ്രണ്ട് ഒരു ജോബ് എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, അതിലൂടെ നമുക്ക് കടമടയ്ക്കാൻ പറ്റും, നിന്റെ ഗ്രാജുവേഷൻ പൂർത്തിയാവുന്നവരെ ആ ചെലവും അദ്ദേഹം നോക്കിക്കോളും, പകരമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ഐലൻഡിൽ പോയിട്ട് പണിയെടുക്കണം, നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്, ഇവിടെയുള്ളവരെ കാണുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണെന്നൊക്കെ ഭയങ്കര കാര്യമായിട്ട് പോർച്ചയ്ക്കൊരു സമാധാനം കിട്ടുന്ന രീതിക്കാണ് നമ്മുടെ ചെക്കൻ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ കിന്നിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇൻ്റർനെറ്റ് ഒന്നും കിട്ടാത്ത സ്ഥലമായതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ നിനക്ക് ഫോട്ടോ അയച്ചു തരാം എന്നൊക്കെയാണ് നമ്മുടെ ചെക്കൻ ആ ഒരു ലെറ്ററിൽ എഴുതിയേക്കുന്ന. പോഷെ കിന്നിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഡീലൊക്കെ ഓർമ്മയുണ്ടല്ലോ, നിൻ്റെ ലൈഫ് ഇപ്പം എൻ്റെതാണെന്ന് കിന്ന്, എൻ്റെ ലൈഫ് എൻ്റെ തന്നെയാണെന്ന് പോഷെ. ഇവർ അമലി തർക്കിക്കുന്നേ പോരാഞ്ഞിട്ട് ബോഡി ഗാർഡ്സ് ആണെങ്കിൽ ബോസിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോഷേനെ കിന്നിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് ഇവരങ്ങോട്ട് പോകുന്നുണ്ട്. ഇവരുടെ ആ ഒരു ഡീലിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ പോർച്ചേൻ്റെ ഗ്രാജുവേഷൻ നോക്കിക്കോളാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പോർച്ചയാണെങ്കിൽ പറയാണ്, ഞാനിവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിന്നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന 2 ബോഡി ഗാർഡ്സ് ഉണ്ടല്ലോ, അവർ 2നെയും ഞാൻ നിയന്ത്രിക്കുമെന്ന്, അതായത് അവരുടെ ചാർജ് എനിക്കായിരിക്കുമെന്ന്. അത് പറയാൻ കാണിച്ച ഗഡ്സ് കിന്നിൻ്റെ അച്ഛന് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു തീരുമാനത്തോട് ആ ബോഡി ഗാർഡ്സിന് വലിയ താല്പര്യമില്ല. പക്ഷെ ഇവർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. കിന്നിൻ്റെ അച്ഛനാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അവർ 3 അവിടുന്ന് പോകുന്നു. പക്ഷെ കിന്നിനാണേലും ഇതിനോടൊന്നും തീരെ താല്പര്യമില്ല. എന്തായാലും ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് കഴിയുന്നത്.